അപ്പോൾ ഇന്ന് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ 8.0 എന്നുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് സെഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം ഡിഫറെന്റ് സെഷൻസിലൂടെ നമ്മൾ ഡിഫറെന്റ് നോളേജ് ആണ് ഗെയിൻ ചെയ്തത്. ലേൺ വൈസിനെ കുറിച്ചും ഇഗ്നോനെ കുറിച്ചിട്ടും നമ്മുടെ സിലബസിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് അറിവുകൾ നമ്മൾ നേടി. നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാം 8.0യുടെ തീം തന്നെ ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിഫറെന്റ് സെഷൻസിലൂടെ നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കവർ ചെയ്തത്. നിങ്ങളുടെ ഉള്ളിലെ കേപ്പബിലിറ്റീസ്, കപ്പാസിറ്റീസ്, പോസിറ്റിവിറ്റീസ് ഇതൊക്കെ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ പഠിക്കാനും ഒരുപാട് അറിവുകൾ നേടാനും ഇതെല്ലാം വഴി നിങ്ങൾ അച്ചീവ് ചെയ്യാനുമുള്ള ഒരു കാലിബർ സ്വയം നിങ്ങൾക്ക് കിട്ടാനുള്ള കുറച്ച് സെഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ തന്നിരുന്നു. ഇന്നും അതുപോലെയുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഇവിടെ ഉണ്ട്. കൂടുതൽ നമ്മളുടെ ജോയിൻ ചെയ്യുന്ന എനിക്ക് അറിയാം. ഇപ്പൊ നമ്മുടെ ഉള്ള ലേണേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സാറിനെ സീനിയർ അസോസിയേറ്റ് അറ്റ് അഥീന എഡ്യൂക്കേഷൻ ആൻഡ് ഹിസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫ്രം സെന്റ് സ്റ്റീഫൻസ് കോളേജ്. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹിസ് എ കണ്ടന്റ് റൈറ്റർ ആൻഡ് ഗസ്റ്റ് ലെക്ചറർ ഇൻ സെന്റ് ജോർജ് കോളേജ്, അരുവിത്തുറ. ഇതിൽ കൂടുതലുമായിട്ട് സാറിന് ഒരുപാട് കേപ്പബിലിറ്റീസും അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സും ഒക്കെ ഉണ്ട്. സാറിന് ഒരുപാട് നോളജും ഉണ്ട്. നമുക്ക് ഇതെല്ലാം പകർന്നു തരാനായിട്ടാണ് സാറിന്റെ ഈ ഒരു ബിസി ഷെഡ്യൂളിൽ നിന്നും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ വളരെ സ്നേഹത്തോടെ നിങ്ങളെ പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു സെഷന് വേണ്ടിയിട്ട്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ സാറിനെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം തന്നെ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ഇംഗ്ലീഷിന്റെ തന്നെ മെന്റർ ആയിട്ടുള്ള മേഘ മാം ഉണ്ട്. മേഘ മാമിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനും വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ക്യാമറ ഓൺ ചെയ്തിരിക്കുക. സാറിന് ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ കൊടുക്കുക. അതുപോലെ ഇത് നല്ലൊരു സെഷൻ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് സർ. പറഞ്ഞ പോലെ എന്റെ പേര് അഖില. ഞാൻ ചെയ്യുന്നത് ഗുരുഗാവില അഥീന എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് 3 പ്രധാനമായിട്ടുള്ള കരിയർ ട്രജക്ടറീസ് പൊതുവെ ആൾക്കൊക്കെ പരിചയമില്ലാത്ത 3 ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിലുപരിയായി അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ പറ്റുന്ന രീതിയിൽ ക്ലിയർ ചെയ്തു തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഞാനിപ്പോ ചെയ്യുന്ന ജോലിയെ പറ്റി തന്നെ ഞാൻ ആദ്യം പറയാം. ഞാൻ നിങ്ങളെ പോലെയുള്ള മെജോറിറ്റി ആൾക്കാരെ പോലെ തന്നെ ഇംഗ്ലീഷിൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ചെയ്തു. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തു. അതിനുശേഷം പ്രൈവറ്റ് ആയിട്ട് 1-2 സ്ഥലങ്ങളിൽ കണ്ടന്റ് റൈറ്റർ ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷം 1 വർഷം ഗസ്റ്റ് ലെക്ചർ ആയിട്ട് നാട്ടില് ഈരാറ്റുപേട്ടയിൽ പഠിപ്പിച്ചു, സെന്റ് ജോർജ് കോളേജ് അരുവിത്തുറയിൽ. അതിനുശേഷം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് സെക്ടറിൽ ഇപ്പൊ ഞാൻ ഡൽഹി ഗുരുഗാവിലേക്ക് മാറി. അപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് ആണ്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസീസ് ഇപ്പൊ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് വളരെയധികം ആവശ്യമുണ്ട് ഇംഗ്ലീഷിൽ പ്രാവീണ്യം കൈവരിച്ചിട്ടുള്ള വ്യക്തികളെ. ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് അമേരിക്ക, ഇംഗ്ലണ്ട് ഇതിലേക്കുള്ള കോളേജ് ആപ്ലിക്കേഷൻസിൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ എന്റെ ജോലിയിൽ ചെയ്യുന്നത്. അതില് ഹാർവേർഡ്, MIT, UT ഓസ്റ്റിൻ, സിയോൺസസ് അതുപോലെയുള്ള വേൾഡിൽ ഫുള്ള് റിനൗണ്ട് ആയിട്ടുള്ള കോളേജസിലെ കോളേജുകളിലേക്ക് ഒത്തിരി ആൾക്കാർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള ആപ്ലിക്കേഷൻസ് വളരെ റിഗ്രസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്. അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ സഹായിക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒത്തിരി ആപ്ലിക്കേഷൻ എസ്സേസ് ഇവർക്ക് എഴുതേണ്ടി വരും. ഇവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 1 വർഷം മിനിമം ഈ ഒരു അക്കാഡമിക് സൈക്കിളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ മിനിമം എങ്ങനെയും 45 to 50 എസ്സേകള് ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് അവർക്ക് എഴുതേണ്ടി വരുന്നുണ്ട്. ഇതൊരു വളരെ ബഡ്ഡിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി, എസ്പെഷ്യലി ഫോക്കസിങ് ഓൺ അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആർ അപ്ലൈയിങ് ടു USA and UK. കോഴ്സുകൾ പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. എല്ലാ കോഴ്സിലേക്ക് ഉള്ളവർക്കും
ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് തൊട്ട് കമ്പ്യൂട്ടർ സയൻസ് വരെയുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വരെയുള്ള എല്ലാ കോഴ്സുകൾക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണുള്ളത്. പക്ഷേ ഈ ആപ്ലിക്കേഷനിൽ എസ്സേകൾ എഴുതാതെ ഒരിക്കലും ഇവർക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻ കിട്ടത്തില്ല. മെട്രോ നഗരങ്ങളിൽ ഒത്തിരി സ്ഥാപനങ്ങൾ ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി സർവീസുകൾ കൊടുക്കാറുണ്ട്. അപ്പോ വളരെ ബഡ്ഡിങ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഇത്. അപ്പൊ ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ള വ്യക്തികളെ വളരെയധികം ആവശ്യമുണ്ട് ഈ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഡിപ്പാർട്ട്മെന്റിൽ. ജോലി ചെയ്യേണ്ടതാണ്, വർക്കിന്റെ നേച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എസ്സേകൾക്ക് മെന്റർഷിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഐഡിയ ഉണ്ടാകും, ഐഡിയ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനെ എങ്ങനെ സ്ട്രക്ചർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളെ കൊണ്ട്, അതിനെ എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് എന്റെ പ്രൊഫൈലിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഒരു ഫീൽഡാണ്. രണ്ടാമത്തെ ഒരു ഫീൽഡ് എനിക്ക് നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളത് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ആണ്. നമുക്കറിയാം AI-യുടെ പ്രാവീണ്യം നമ്മൾ എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട്. AI മനുഷ്യന് ഓടുന്നതിലും 2 മുന്നേ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ChatGPT-യോട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് റെസ്പോൺസ് കിട്ടും. അപ്പൊ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, മനുഷ്യൻ ചെയ്യുന്ന എഴുത്ത് കമ്പ്യൂട്ടർ ചെയ്യുമെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിനെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന്റെ അസ്തിത്വത്തെ അത് ചോദ്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ജോലിയെ വളരെ എളുപ്പമാക്കുകയാണ് ChatGPT ചെയ്യുന്നത്. പക്ഷെ കംപ്ലീറ്റ്ലി നമ്മുടെ ക്രിയേറ്റിവിറ്റി ഒന്നും ChatGPT-ക്ക് നീക്കം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളൊരു ഫീൽഡിലാണ്. കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളൊരു ഫീൽഡിൽ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളൊരു ഫീൽഡിലെ വളരെയധികം മുന്നോട്ടുള്ള കുതിപ്പുകൾ മൂലമാണ് ChatGPT പോലും ഇന്ന് സാധ്യമായിട്ടുള്ളത്. അപ്പൊ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു സബ് ബ്രാഞ്ച് ആണ്. എനിക്ക് പരിചയമുള്ള ഒരു കമ്പനിയാണ് സനസ് AI. ബാംഗ്ലൂരിലാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അവിടെ എന്റെ കൂടെ പഠിച്ചിട്ടുള്ള 2-3 പേര് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് ചെയ്യുന്നത് വഴി അവരുടെ ജോലിയുടെ പ്രൊഫൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മലയാളിയുടെ ഇംഗ്ലീഷും ഹിന്ദിക്കാരന്റെ ഇംഗ്ലീഷും അമേരിക്കക്കാരന്റെ ഇംഗ്ലീഷിനും വളരെയധികം വ്യത്യാസമുണ്ട്. നമുക്ക് ചിലപ്പം ഒരു അമേരിക്കക്കാരൻ തനി ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, മറിച്ച് നമ്മുടെ ഇംഗ്ലീഷ് അയാൾക്ക് മനസ്സിലാകണമെന്നില്ല. നമ്മൾ പറയുന്ന വൃത്തിയായിട്ടുള്ള ഇംഗ്ലീഷ് തന്നെയായിരിക്കും. നമ്മുടെ വെർണാക്കുലർ റീജിയണൽ ലാംഗ്വേജിന്റെ ഇൻഫ്ലക്ഷൻ അല്പം നമ്മുടെ ഇംഗ്ലീഷുകളിൽ കയറി വരാറുണ്ട്. AI-യുടെ സഹായത്തോടെ അതിനെ പൂർണ്ണമായും നീക്കം ചെയ്യുകയാണ് ഈ സനസ് AI എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് AI ടെസ്റ്റ് ചെയ്തതിനു ശേഷം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഷയുടെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനായിട്ട് ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ട് ഇംഗ്ലീഷ്/ലിംഗ്വിസ്റ്റിക്സില് എഡ്യൂക്കേഷൻ ഉള്ളവരെ വളരെയധികം ആവശ്യം വരാറുണ്ട്. വളരെ ലൂക്രേറ്റീവ് ആയിട്ടുള്ള ഹൈ പേയിങ് ആയിട്ടുള്ള ജോബ്സ് IT സെക്ടറിൽ ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ളവരെ കാത്തിരിക്കുന്നുണ്ട്. അത് രണ്ടാമത്തെ ഒരു പ്രൊഫൈലാണ് ചെയ്യാനുള്ളത്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കോർപ്പറേറ്റ് സെക്ടറിലേക്ക് തിരിയാനായിട്ട് താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ IIM ABC, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൽക്കട്ട, ഇവയാണ് ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ട് എല്ലാവരും കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരുന്ന മെജോറിറ്റിയും ആൾക്കാര് IITI പോലെയുള്ള സ്ഥലങ്ങളിൽ എഞ്ചിനീയർ ആയതിനു ശേഷം പിന്നെ ഒരു മാനേജ്മെന്റ് ഡിഗ്രിക്ക് വരുന്നവരാണ് കൂടുതലും പ്രൊഫൈലുകളിൽ കാണുന്നത്. അവിടെ ആർട്സുകാർക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, എസ്പെഷ്യലി റിസർവേഷന്റെ കോട്ടയില്. ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ വരുന്ന 90-95% ആൾക്കാരും എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അവിടെ ആർട്സിന്റെ കൂടി ഈക്വൽ റെപ്രസെന്റേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് റിസർവേഷൻ വളരെയധികം ഉണ്ട്. അതായത് ഒരു എഞ്ചിനീയറിന് 99% മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ IIM അഹമ്മദാബാദില് ഒരു ചാൻസ് പോലും കിട്ടുള്ളൂ. അതേസമയം ഒരു 90% ഉണ്ടെങ്കിലും ഇന്റർവ്യൂ കോള് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ IIM കോഴിക്കോടൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം സ്ട്രാറ്റജിക്കലി ഇംഗ്ലീഷ് പഠിച്ചവർക്ക് IIM പോലെയുള്ള സ്ഥലങ്ങളിലേക്കും അഡ്മിഷൻ കിട്ടാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് നേരിയ ഒരു മുൻതൂക്കം ഉണ്ട്. പക്ഷെ നമ്മുടെ കണക്കും സ്ട്രോങ് ആയിരിക്കണം. CAT എക്സാം എങ്ങനെ നമ്മൾ എഴുതുന്നു എന്നുള്ളതും നോക്കിക്കഴിഞ്ഞാൽ അതും വളരെ നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അവന്യൂ ആണ്. വളരെയധികം ആൾക്കാരെ ഫോളോ ചെയ്യാത്തതായിട്ടും.
പ്രധാനമായിട്ടും ഇവയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ള ജോലി സാധ്യതകൾ അറിയാം. ജേർണലിസത്തിൽ അവിടെ ഇംഗ്ലീഷിലെ ബാക്ക്ഗ്രൗണ്ട് വളരെ നന്നായി സഹായിക്കും. പിന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ അറിയാം, സിവിൽ സർവീസ് അറിയാം. ഇതുപോലെയുള്ള പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും വഴിതിരിഞ്ഞു പോകാനായിട്ട് വളരെയധികം സാധ്യതകൾ ഇംഗ്ലീഷ് വഴി കിട്ടുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഇംഗ്ലീഷ് എന്ന വിഷയം പഠിക്കുന്നത് വഴി നമുക്ക് 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലുകൾ അക്വയർ ചെയ്യാൻ സാധിക്കും. അത് ബാക്കിയുള്ള കോഴ്സുകളിൽ നിന്ന് ഈസിലി കിട്ടാറുള്ളതല്ല. ഒന്ന് ക്രിയേറ്റിവിറ്റി, 2 കൊളാബറേഷൻ, മൂന്നാമത്തേത് ക്രിട്ടിക്കൽ തിങ്കിങ്, നാലാമത്തേത് നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ എല്ലാത്തിനോട് ഹോളിസ്റ്റിക്കലി എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ഈ സ്കില്ലുകൾ ഒരു കോഴ്സിൽ നിങ്ങളെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ അണ്ടർ ഗ്രാജുവേറ്റ് കരിക്കുലത്തിൽ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കരിക്കുലത്തിൽ നിങ്ങളോട് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ബുക്കുകൾ, നിങ്ങൾ എൻഗേജ് ചെയ്യുന്ന പൊളിറ്റിക്കൽ ഡിബേറ്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്കുകൾ, ഇവയൊക്കെ നിങ്ങളെ എങ്ങനെ ശരിയായ രീതിയിൽ ചോദ്യം ചോദിക്കാം എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെ ക്രിയേറ്റീവായി ചിന്തിക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കും. എങ്ങനെ ബാക്കിയുള്ള വ്യക്തികളുമായി ഒന്നു ചേർന്ന് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കും. ഈ സ്കില്ലുകൾ ഒരിക്കലും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന സ്കില്ലുകളല്ല. മനുഷ്യൻ എത്രത്തോളം കാലം ജീവിക്കുന്നു ആ കാലങ്ങളിലെല്ലാം മനുഷ്യന് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സ്കില്ലുകളാണ് ഇവയെല്ലാം. ഒരിക്കലും നീക്കം ചെയ്തു പോവില്ല അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോവില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സാധ്യതകൾ ഒരിക്കലും കുറയുകയാണ് എന്നൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല. ഒരു ഏത് ഫീൽഡിലും ഒരു കരിയർ കെട്ടിപ്പടുക്കാനായിട്ട് വേണ്ട ഒരു അടിത്തറ പാകാൻ ഇംഗ്ലീഷ് ഡിഗ്രി നമ്മളെ വളരെയധികം സഹായിക്കും. അതാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെയധികം ഫ്ലെക്സിബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു വിഷയമാണ് ഇംഗ്ലീഷ്. ഞാൻ കോളേജിൽ പഠിപ്പിച്ചു, ഇപ്പൊ കോർപ്പറേറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. ഇതിനു മുമ്പ് ഒരു പേപ്പർ കണ്ടന്റ് എന്ന് പേരുള്ള ഒരു കണ്ടന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ വർക്ക് ചെയ്തു. എന്നിട്ട് വളരെയധികം വിഭിന്നമായിട്ടുള്ള ഫീൽഡുകളിൽ പോകാനായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ തിളങ്ങാനായിട്ടുള്ള സ്കിൽ സെറ്റുകൾ ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്ക് നൽകുന്നു. അപ്പോ പ്രധാനമായിട്ട് പറയാൻ എനിക്ക് ഇതൊക്കെയാണുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട വഴികൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് വഴി നിങ്ങളുടെ മുന്നിലേക്ക് തുറക്കപ്പെടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അഡ്രസ് ചെയ്യാം. നമ്മൾ റോഡ് ടു സക്സസ് എന്ന് പറയുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളൊരു കോഴ്സ് പഠിക്കുന്നത് നമുക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി, ബെറ്റർ ആയിട്ടുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണല്ലോ. മാക്സിമം കൂടുതൽ ആളുകളും നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ. നമ്മുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കിട്ടുക, അതേപോലെ നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക, ഇതൊക്കെയാണല്ലോ. അപ്പൊ സാർ അതിന്റെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങൾക്കുള്ള ഡൗട്ടുകളൊക്കെ സാറിനോട് ചോദിക്കാം. ചിലപ്പോൾ നമുക്ക് ഇനി ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൊള്ളാം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തിട്ടല്ലോ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെയായിരിക്കും നമ്മുടെ മുന്നിൽ തുറന്നു വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റഡീസിനെ കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഈ രീതിയിലുള്ള ഡൗട്ടൊക്കെ സാർ ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സാറിനോട് ചോദിക്കാവുന്നതാണ്. എല്ലാവരും ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനാണോ താല്പര്യപ്പെടുന്നത്, അതോ ഡിഫറെന്റ് ആയിട്ട് ഇംഗ്ലീഷിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് വേറെ എന്തെങ്കിലും കരിയർ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഞാന് +2 കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ ടൈം ആയ കാരണം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാന് ഡിഗ്രി കഴിഞ്ഞിട്ട് ആ കോഴ്സ് ചൂസ് ചെയ്ത് പഠിക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോ ഇംഗ്ലീഷ് എടുക്കണ കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ നല്ല സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അതിനെപ്പറ്റി സാറിനോടൊന്ന് ചോദിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ നല്ല കോഴ്സാണ്. മാർക്കറ്റിന്റെ ഡിമാൻഡിന് ഉചിതമായിട്ടുള്ള രീതിയിൽ മൊഡ്യൂളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആവണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. SEO ഒപ്റ്റിമൈസേഷൻ, പിന്നെ എന്താ അതൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ടാവുക. ഒരു ഇംഗ്ലീഷ് ഭാഷയെ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റുന്നുണ്ട്. പ്ലസ് പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ സ്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ലിങ്ക്ഡിൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വഴി തന്നെ നിങ്ങൾക്ക് സൈമിൾട്ടേനിയസ്ലി രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല ഉചിതമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇവ രണ്ടും ഇടചേർന്ന് പോകുന്ന ഫീൽഡുകളാണെന്നാണ് ഞാൻ പറയുന്നത്. ക്രോസ് കറൻസ് ഒത്തിരി ഉള്ള 2 സബ്ജക്റ്റുകളാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറും
ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നും പറയുന്നത്. അതിൽ ഹ്യൂമൻ സൈക്കോളജിയെ പറ്റി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ ലെൻസിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വ്യക്തികളുമായി എങ്ങനെ പേഴ്സണലി കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷിലൂടെ. എങ്ങനെ സ്വയം ഒരു ബ്രാൻഡാക്കി മാറ്റാം, എങ്ങനെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ സാഹിത്യം പഠിക്കുന്നത് വഴി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ കിട്ടും. അപ്പോൾ അത് നല്ലൊരു ബാലൻസിങ് ആണെന്ന് ഞാൻ പറയും. മാർക്കറ്റിൽ ആവശ്യമുള്ള ഒരു സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന ഒപ്പം തന്നെ അതിലേക്ക് എങ്ങനെ ആഴത്തിൽ കാണാം എന്നുള്ള ആ ഒരു സ്കില്ലും കൂടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരെൻഡില് നിങ്ങൾ ഒരു വളരെ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാണ്, മറ്റേടത്ത് അല്പം കൂടെ ഡീപ്പർ ആയിട്ടുള്ള ഒരു വീക്ഷണം ഡെവലപ്പ് ചെയ്യാണ്. എനിക്ക് ഇതിനെ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കും, ഓൾറെഡി ഉള്ളതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇംഗ്ലീഷിന്റെ ലെൻസിൽ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രണ്ടും നിങ്ങൾക്ക് ഒരുമിച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ ഐച്ഛിക വിഷയമായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഇലക്റ്റീവ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും നല്ലൊരു മാർഗമായിരിക്കും. മെയിൻ കോഴ്സ് ഇംഗ്ലീഷ്, അതിനൊപ്പം തന്നെ ഇലക്റ്റീവ്സ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു ഓപ്ഷൻ. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ചുള്ള എല്ലാം ക്ലിയർ ആണല്ലേ? കരിയർ ഓപ്പർച്യൂണിറ്റീസും പൊട്ടൻഷ്യൽസും ഇംഗ്ലീഷിന്റെ ഡിഫറെന്റ് ലെവൽസ് ഒക്കെ നിങ്ങള് അല്ല, ലെക്ചർ അല്ലാതെ വേറെ എന്താ പ്രൊഫഷൻ ഇത് പറ്റുമെന്ന് ഡൗട്ട്. ഓക്കെ, പ്രധാനമായിട്ട് ആൾക്കാർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോവുകയല്ലെങ്കിൽ ആൾക്കാർ ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ടേൺ ചെയ്യുന്ന വിഷയം ജേർണലിസം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആൾക്കാർ കാണുന്നു. ഞാൻ പറഞ്ഞത് ജേർണലിസം വേറൊരു നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. പഠിപ്പിക്കുന്ന ഫീൽഡിലേക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ജേർണലിസത്തിൽ ഫോക്കസ് ചെയ്യാൻ. അത് പ്രിന്റ് മാത്രമല്ല, മീഡിയ വിഷ്വൽ ആയിട്ടുള്ള മീഡിയകളിലും നിങ്ങൾക്ക് ജേർണലിസത്തിൽ തിളങ്ങാനായിട്ട് സാധിക്കും ഇംഗ്ലീഷിലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ഞാൻ മാഗസിൻസിലേക്ക് പോകാം, അതെല്ലാം ജേർണലിസത്തിന്റെ സബ് ബ്രാഞ്ചസ് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IT ഫീൽഡിൽ നിങ്ങൾക്ക് തിളങ്ങാനായിട്ട് ഒത്തിരി റോളുകൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അതാണ് ഈ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സിനെ കുറിച്ച് ഞാൻ അല്പം പറഞ്ഞത്. പിന്നെയുള്ളത് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികളിൽ നിങ്ങൾക്ക് വളരെയധികം സ്കോപ്പ് ഉണ്ട്. അതുപോലുള്ള ഒരു ഫോമിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ സിവിൽ സർവീസ് നോക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെങ്കിൽ അതിലൊരു പ്രധാനമായിട്ടുള്ള ഒരു മെയിൻസിന്റെ സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ പ്രോപ്പറായിട്ട് അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് തന്നെയായിരിക്കും UPSCയുടെ മെയിൻസ് പേപ്പറിൽ വരാൻ പോകുന്നത്. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പോർഷനിൽ ഓവർലാപ്പ് അവിടെ വരും. അപ്പോൾ സിവിൽ സർവീസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അല്ലെങ്കിൽ KAS താല്പര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഡിഗ്രി പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഈ ഇതുപോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. സാർ, ഈ IT മേഖലയിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊന്ന് പറയോ? ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണമാണ് ഈ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണെന്ന് ഞാൻ പറയാം. അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഗ്ലോബലൈസേഷൻ വളരെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ്. ഒരു രാജ്യത്തുള്ളവർ മറ്റുള്ള രാജ്യത്തുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോ ഭാഷയുടെ ഒരു ബാരിയർ വളരെയധികം കയറി വരുന്നുണ്ട്. വൃത്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇംഗ്ലീഷ് എങ്ങനെയിരിക്കും അതുപോലെ ആവണമെന്നില്ല ഒരു ഹിന്ദിക്കാരന്റെ ഇംഗ്ലീഷ്. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടുപേരും ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പരസ്പരം മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഒരു ജർമ്മൻകാരൻ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഒരു മലയാളി ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും പറയുന്നത്, ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല തീരെ. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസുകൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് എന്താ പറയുന്നത് ലാംഗ്വേജ് AI സഹായത്തിൽ ഉപയോഗിച്ച് ഈ നമ്മുടെ ശബ്ദത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലക്ഷൻസിനെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്ത് സാനിറ്റൈസ് ചെയ്ത് പറയാൻ സഹായിക്കാൻ പറ്റുന്ന മോഡലുകൾ AI മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒത്തിരി കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ സ്റ്റാർട്ടപ്സ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള IT ഫീൽഡുകളിലേക്ക് പോകാൻ നല്ലൊരു ഫൗണ്ടേഷൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കണം. അതിന്റെ
അത് ഏറെക്കുറെ പ്രോഗ്രാമിങ്ങുമായിട്ട് വളരെയധികം ഓവർലാപ്പിംഗ് ഉണ്ട്. കോഡിങ്ങും പ്രോഗ്രാമിംഗും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഏറെക്കുറെ അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആണ് ലിംഗ്വിസ്റ്റിക്സും പഠിക്കുക. ഒരു അനലിറ്റിക്കൽ കോമ്പണന്റ് വളരെയധികം ഉള്ള ഒരു സബ്ജക്റ്റ് ആണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോ അത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഒരു സെന്റൻസിനെ അനലൈസ് ചെയ്ത് ഫ്രേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്റെ സിന്റാക്സ് എന്താന്ന് പഠിക്കുക. കോഡിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ സിന്റാക്സ് എന്ന് പറഞ്ഞ ഒരു വാക്ക് വളരെയധികം കാണും. അപ്പൊ കോഡിംഗ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യലി പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് എന്ന് പറയുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്. ഇവയിൽ കോമൺ ആയിട്ടുള്ള ഒത്തിരി എലമെന്റുകളുണ്ട്. അപ്പൊ എങ്ങനെ കോഡിങ്ങിലൂടെ ഒരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ഉണ്ടാകുന്നു, നാച്ചുറൽ ആയിട്ടുള്ള ലാംഗ്വേജ് തമ്മിൽ അതിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെന്നൊക്കെ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത് നിങ്ങൾക്ക് ആഴമായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് IT ഫീൽഡിൽ ഇപ്പൊ പുതിയതായിട്ട് വരുന്ന ഒത്തിരി കമ്പനികളിൽ അങ്ങനെയുള്ള നോളജുകൾ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഫൊണറ്റിക്സ് നമ്മൾ ഈ ഫൊണറ്റിക്സിന് ഒരു മൊത്തത്തിൽ റൂൾസ് ഉണ്ടെങ്കിൽ പോലും അത് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പോലും ലോകത്തുള്ള എല്ലാ ആളുകളും സംസാരിക്കുന്നത് ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വ്യത്യസ്ത രൂപത്തിലാണ്. മറ്റവർക്ക് ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്ക് തീരെ ഇംഗ്ലീഷ് അറിയില്ല, നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് വിചാരിക്കും. പിന്നെയാണ് അവർ വളരെ വളരെ ഉഷാറായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ആളുകളാണ്. പക്ഷെ അവരൊക്കെ സംസാരിക്കുന്നത് അവരുടെ വേറെ ഏതോ ലെവൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇങ്ങനെ വേൾഡ് ലെവലിൽ അതിനുള്ള റൂൾസ് റെഗുലേഷൻസ് ഉണ്ടായിട്ട് പോകും. ഇപ്പൊ തമിഴ്നാട് സംസാരിക്കുന്ന ഇംഗ്ലീഷ് വേറെ ഒന്നാണ്, തീർത്തും വേറെ. അതെ, അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്താ പറയുക, നമ്മുടെ ഉച്ചാരണ രീതി. മലയാളി ഉച്ചരിക്കുമ്പോൾ മലയാള ശബ്ദങ്ങൾ ഉച്ചരിക്കണമെങ്കിൽ നമ്മുടെ വാ ഒരല്പം അധികം തുറക്കും. അതേസമയം ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് ഉച്ചരിക്കുമെങ്കിൽ അവരുടെ വാ അല്ലെങ്കിൽ ചുണ്ട് വളരെയധികം തുറന്നായിരിക്കത്തില്ല അവർ സംസാരിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന മാതൃഭാഷ ഏതാണോ അതിൽ നമ്മൾ എങ്ങനെയാണോ ശബ്ദങ്ങൾ ഉച്ചരിക്കുന്നത് നാച്ചുറലി അതേ രീതിയിൽ നമ്മൾ ഇംഗ്ലീഷ് ശബ്ദങ്ങളും ഉച്ചരിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ എല്ലാവരും ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം വരുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് എന്താ പറയുക, ഇന്ത്യക്കാരന്റെ മലയാളവും ജർമ്മൻകാരന്റെ ഇന്ത്യക്കാരന്റെ ഇംഗ്ലീഷും ജർമ്മനിയിലുള്ള ഒരാളുടെ ഇംഗ്ലീഷും തമ്മിൽ വളരെയധികം വ്യത്യാസം വരുന്നതിന് പ്രധാന കാരണം. ഫിലിപ്പീനി പറഞ്ഞ തീരെ മനസ്സിലായി. ഗുഡ് മോർണിംഗ് എന്നാണ്. ഗുഡ് മോർണിംഗ്. താറാവ് കാര്യം പോലെയാണ് പലതും നമുക്ക് തോന്നാറ്. പിന്നെ വളരെ പ്രയാസം അത് മനസ്സിലാക്കി എടുക്കാൻ. കുറച്ച് കഴിഞ്ഞ പിന്നെ ശീലാവും. എന്ന പോലെ സ്പാനിഷ് ഇപ്പൊ ഷെഡ്യൂൾ എന്നുള്ളൊരു വേർഡ്, ഞാൻ സൗദിയിലുള്ളത്, എന്റെ ഓഫീസിലുള്ള ഒരു സ്പാനിഷ് ലേഡി ഷെഡ്യൂൾ എന്നുള്ളൊരു വേർഡ് പറഞ്ഞിട്ട് അവര് വേറെ എന്തോണോ പറഞ്ഞത്. നന്നായിട്ട് ഇംഗ്ലീഷ് അറിയുന്നതാണ്. അല്ല ഇംഗ്ലീഷ് എഞ്ചിനീയർ ആണ്, സീനിയർ ആർക്കിടെക്ചറൽ എഞ്ചിനീയർ ആണ്. ഷെഡ്യൂൾ എന്ന വേർഡ് എന്നോട് പറഞ്ഞിട്ട് ഫോണിൽ സംസാരിച്ചിട്ട് എനിക്ക് മനസ്സിലായതല്ല. അവസാനം ഞാൻ അതിന്റെ സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞു. സ്പെല്ലിംഗ് പറയാൻ പറഞ്ഞപ്പോൾ ഷെഡ്യൂൾ എന്നാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ പറയല്, ഇത് ഇങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു ഞാൻ എഞ്ചിനീയർ ആണ്, ഇത് തന്നെയാണ് ശരിയാണ്. എന്നാ ഓക്കെ. വേറെ എന്തോ സംഗതി പറഞ്ഞു. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒത്തിരി കമ്പനികൾ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മള് ChatGPT വന്നത് കണ്ടു. അതുപോലെ ലാംഗ്വേജിന്റെ ഫീൽഡിൽ വളരെയധികം ഡെവലപ്മെന്റുകൾ വരുന്നുണ്ട്. ലാംഗ്വേജ് പ്ലസ് ടെക്നോളജി കമ്പൈൻ ചെയ്തിട്ട് ഒത്തിരി പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനായിട്ട് ഒത്തിരി കമ്പനികൾ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ വളരെ നല്ല സാധ്യതകളുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് ഭാഷ നല്ല വൃത്തിയായിട്ട് പഠിച്ചാൽ, എസ്പെഷ്യലി ലിംഗ്വിസ്റ്റിക്സിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സാധ്യതകൾ അവിടെ തുടങ്ങും. ശരി, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഡിസ്കഷനോ ഇതുപോലെ ഇപ്പൊ മജീദ് ഷെയർ ചെയ്ത പോലെ നിങ്ങൾക്ക് ഇതുപോലെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസുകളോ ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ കൂടി ആയിട്ടാണ് ഇതിനെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും ഒക്കെ സാറ് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ സാറിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് പറയാം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ആരും കുട്ടികളല്ലല്ലോ, വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ഉണ്ടാവും. പിന്നെ എങ്ങനെ നമ്മൾ ചാനലൈസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ ബെറ്റർ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ ഷൈ ഒന്നും ആവണ്ട, കാരണം ഇവിടെ ഇപ്പൊ വേറെ ആരും ഇല്ലല്ലോ, നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ബാച്ച്മേറ്റ്സ് ആണ്, പിന്നെ സാറും അല്ലേ ഉള്ളൂ. സാർ എന്തായാലും റെഡിയാണ്, വില്ലിങ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻസിനൊക്കെ സാറ് പറഞ്ഞു തരും ഉത്തരം. പിന്നെ നിങ്ങൾ ഷൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സാറിനോട് ചോദിക്കാം.
നമ്മളിവിടെ ഡിഗ്രിയും PGയും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ സെഷൻ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് കുറച്ചും കൂടിയും ലേണേഴ്സ് ജോയിൻ ആവാനുണ്ട്. കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടായിരിക്കാം ജോയിൻ ആവാത്തത്. എന്നാലും ഇപ്പൊ ഉള്ള ലേണേഴ്സ് നിങ്ങൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ, ഡൗട്ടുകളൊക്കെ ചോദിക്കൂ. PGക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്. എനിക്കൊരു PG പിന്നെ കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു PG. അപ്പൊ ഞാനൊരു വർഷം PG ഒരു എക്സാം ഒക്കെ എഴുതിയിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അതിനായിട്ടാണ് ഇതിലേക്ക് PG ചെയ്യാന്ന് വിചാരിക്കുന്നത്. ഇംഗ്ലീഷ് താല്പര്യമുണ്ട്. അപ്പൊ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ എന്നാ തുടങ്ങുക എന്നുള്ളത് ഇപ്പം നമുക്ക് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ? പിന്നെ എന്താ വെച്ചാൽ എന്റെ പേരില് 2 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു, ഒരു ഐയും വൈയും ആയിട്ട്. അപ്പൊ അതിന് നമ്മുടെ പിന്നെ മെന്റർ പറഞ്ഞിരുന്നു അതിന്റെ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം, ചെയ്യണം. അതിന് എന്താ ചെയ്യണ്ട? ഞാൻ പിന്നെ ഇവിടെ പോയിട്ട് വില്ലേജിൽ പോയിട്ട് ചെയ്താൽ മതിയോ? ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? അക്കാഡമിക് കൗൺസിലർ ആരായിരുന്നു? അക്കാഡമിക് കൗൺസിലർ ഒരു പിന്നെ തസ്ലീമ. ആളോടൊന്ന് ചോദിച്ചു നോക്കൂ അതിനെന്താ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണ്ടെന്നുള്ളത്. അത് സബ്മിറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഇതിലേക്ക് പിന്നെ അഡ്മിഷൻ കിട്ടാണ്ടാവോ? അല്ല, അതെന്താ അറിയോ, അവരായിരിക്കും നമ്മളുടെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവർക്ക് അറിയുന്നുണ്ടാവുള്ളൂ ഏതൊക്കെയാണ് അതിന്റെ ഡോക്യുമെന്റ്സ് എന്നുള്ളത്. അപ്പൊ ഒന്ന് ചോദിച്ചു നോക്കൂ, എന്നിട്ട് അവരെന്താ പറയുന്നത് നോക്കൂ. എന്തായാലും നമ്മൾ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അതിന്റെ ഒരു മെയിൽ, കൺഫർമേഷൻ മെയിൽ നമുക്ക് വരും. പിന്നെ അതുകൂടാതെ നമ്മുടെ സിലബസിനെ പറ്റി ആദ്യം പറഞ്ഞിരുന്നല്ലോ, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ആദ്യത്തെ. പിന്നെ ഫസ്റ്റ് ഇയറിന് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിരിക്കും അല്ലെ? അതെ. പിന്നീട് പോയട്രി ആണെന്ന് തോന്നുന്നുണ്ട് അല്ലെ? മാമിന് ഞാൻ അയച്ചു തരാം അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം അപ്പൊ കേട്ടോ. അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തരൂ? നോട്ട്സ് നമ്മളുടെ ആപ്പിലുണ്ടല്ലോ, ആപ്പില് നമ്മളുണ്ട്, നോട്ട്സ് ഉണ്ട്. തുടങ്ങിയിട്ടില്ലല്ലോ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ടാണ്. ഇല്ല, ഇത് നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് ആണ്. നമ്മുടെ ക്ലാസ് ഓറിയന്റേഷന്റെ ലാസ്റ്റ് ഡേ ടൈം ടേബിൾ റിലീസ് ചെയ്യുമ്പോഴാണ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ആപ്പ് ത്രൂ ക്ലാസ്സുകൾ കാണുക എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓറിയന്റേഷൻ ഫസ്റ്റ് ഡേ പറഞ്ഞല്ലോ, ഓൺ ബോർഡിങ്ങിന് നമ്മളൊരു ബ്ലോക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ ലൈവ് റിവിഷൻ സെഷൻ വെക്കും. ഫസ്റ്റ് ഡേ എനിക്ക് കയറാൻ പറ്റില്ല. അതല്ല നമ്മള് ഒറ്റയ്ക്ക് 2 പേരും കൂടിയിട്ടുണ്ടായിരുന്ന ഒരു മീറ്റ് ഉണ്ടായിരുന്നില്ലേ സൂമില്? അതിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ. ഇതിപ്പോ സാറിന്റെ ഒരു സെഷനാണ്, നമ്മുടെ ഓറിയന്റേഷന്റെ ഭാഗമായിട്ടുള്ള സാറിന്റെ ഒരു സെഷനാണ്. ഇതിനുശേഷം നമുക്കൊരു സെഷനും കൂടി ഉണ്ടാവും. ആ സെഷനിലാണ് നമുക്ക് ടൈം ടേബിൾ റിലീസ് ചെയ്യാം. ഈ ആപ്പില് കുറെ ഞാനൊരു PG എടുക്കാൻ വേണ്ടി ചെയ്യുന്ന 70 വയസ്സ് കഴിഞ്ഞു. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ അന്ന് PGക്കൊക്കെ ട്രെയിനിങ് നടന്നില്ല. അപ്പൊ ഇപ്പൊ ഒരു PG എടുക്കാം. മലയാളത്തിൽ കുറച്ച് കഥയും കവിതയൊക്കെ എഴുതാറുണ്ട്. ഇംഗ്ലീഷിലൊരു പോയട്രി ബുക്ക് എഴുതിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടിയൊക്കെ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് MA എടുക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ ഇതിലിപ്പോ നോട്ട്സ് ഒക്കെ ഈ ആപ്പിൽ കുറെയൊക്കെ കണ്ടു, കുറെ വീഡിയോസ് കുറച്ചൊക്കെ കണ്ടു. അപ്പൊ ഈ ശരിക്കുള്ള ക്ലാസ് തുടങ്ങാൻ പോണതേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ നോട്ട്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പറ്റില്ല അല്ലേ? ഈ മൊബൈലിലാണ് ഈ നോട്ട്സ് വായിക്കുന്നത്, അത് ക്ലിയർ ആവൂല, നമുക്ക് അത്ര വൃത്തിയായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കമ്പ്യൂട്ടറിൽ ലാപ്ടോപ്പ് സപ്പോർട്ടിങ്ങും അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. മൊബൈൽ സപ്പോർട്ടിംഗ് ആണ്, ഇത് മൊബൈൽ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ നോട്ട്സ് നമുക്ക് പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാരൊക്കെ ആവുമ്പോ വായിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പിന്നെ ടെക്സ്റ്റുകളൊക്കെ അവർ അയച്ചു തരുമല്ലേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്? രജിസ്ട്രേഷൻ പ്രോസസ് എല്ലാം അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞു. അതിൽ 1-2 ഡൗട്ട്സ് ഒക്കെ അവർക്കുണ്ട്, എല്ലാം അപ്ലോഡ് ചെയ്തു ഇന്നലെ എന്നോട് പറഞ്ഞു. അപ്പൊ രജിസ്ട്രേഷൻ ഒരാഴ്ചക്കുള്ളിൽ അതിന്റെ എന്തോ മെസ്സേജും വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ നോട്ട്സ് ഒക്കെ യൂണിവേഴ്സിറ്റി തരുന്നത് നമുക്ക് ടെക്സ്റ്റുകളായിരിക്കും അല്ലേ? അതെ, ടെക്സ്റ്റ് ബുക്സ് ആണ്. നോട്ട്സ് ആണ് നമ്മൾ ലേൺ വൈസ് തരുന്നത്. അതെ, നമ്മുടെ ആപ്പില് നോട്ട്സും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ വരാൻ പോകുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ PDF ആയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ PDF ആയിട്ടുണ്ട്. ഓരോ വീഡിയോന്റെ താഴെ ആ വീഡിയോ ബന്ധപ്പെട്ടിട്ട് ടെക്സ്റ്റ് ഉണ്ടാവും. SLM ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമല്ലോ, ആപ്പ് പോയി ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അത് ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സൈറ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ നോട്ട്സ് ഒക്കെയോ? ഇഗ്നോന്റെ സൈറ്റ്. നോട്ട്സ് അല്ല സർ, ടെക്സ്റ്റ്. ഇഗ്നോയുടെ ടെക്സ്റ്റ് ഇഗ്നോയുടെ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം അല്ലേ?
ഡൗൺലോഡ് ചെയ്യാം. അത് ആപ്പിൽ നിന്ന് പറ്റില്ല എന്നേ ഉള്ളൂ. അത് നമുക്ക് ഇഗ്നോന്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അത് അവർ അയച്ചു തരുമല്ലോ അല്ലേ? അവർ അയച്ചു അയച്ചു തരും, തരുമല്ലോ അയച്ചു അല്ലേ? തരും, അവരയച്ചു തരും. ഒരു മാസത്തിനുള്ളിലൊക്കെ കിട്ടുമായിരിക്കും. 1 മാസം 2 മാസമൊക്കെ പിടിക്കും, എന്നാലും അയച്ചു തരും. ശരി ശരി. അതറിയാം, അതായിരുന്നു മെയിൻ ഡൗട്ട്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചെറിയൊരു കാര്യം ഓർമ്മ വന്നത്. വേറൊരു ഫീൽഡ് വളരെ ബഡിങ് ആയിട്ട് വരുന്നുള്ളതാണ് ട്രാൻസ്ലേഷന്റെ ഫീൽഡ്. അല്ലെങ്കിൽ കവിതകളൊക്കെ എഴുതുമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നിങ്ങൾ OTT സിനിമകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. ഈ മലയാളം സിനിമകളുടെ എല്ലാം സബ് ടൈറ്റിലുകൾ ഇംഗ്ലീഷിലേക്ക് പോകുന്നുണ്ട്. മലയാള സിനിമ ലോകം മുഴുവൻ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ മലയാള സിനിമകളെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് സബ് ടൈറ്റിൽസ് ആക്കാനായിട്ട് വളരെയധികം ഡിമാൻഡുള്ള ഒരു സമയമാണ് ഇപ്പോൾ. ഈ OTT പ്ലാറ്റ്ഫോംസിൽ നെറ്റ്ഫ്ലിക്സ് ആയിക്കോട്ടെ, ആമസോൺ പ്രൈം ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം കണ്ടന്റ് ക്രിയേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ടീമുകൾ ആക്റ്റീവായിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് ട്രാൻസ്ലേറ്റേഴ്സിനെ. സിനിമകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിൽ സബ് ടൈറ്റിൽസ് റെഡിയാക്കാനായിട്ട്. കോപ്പി എഡിറ്റർ എന്നുള്ള ഒരു ഇതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ, അല്ലെങ്കിൽ കോപ്പി റൈറ്റർ ആയിരിക്കും. അതും വളരെ ബഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഒത്തിരി അധികം ഡിമാൻഡ് ഉള്ള ഒരു ഫീൽഡാണ്. ലിങ്ക്ഡിനിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കണ്ടന്റിന്റെ ഫീൽഡില്. അപ്പോ അതും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ട്രാൻസ്ലേഷൻ പർപ്പസിൽ PG എടുക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ നിലവില് അറബിക് PG കഴിഞ്ഞതാണ്, അറബിക് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഇംഗ്ലീഷിൽ ഇതുകൂടി ആയാൽ അത് ട്രാൻസ്ലേഷൻ ഫീൽഡിലേക്ക് അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബേസ് ചെയ്തിട്ട് പോവാം എന്ന് വിചാരിച്ചിട്ട് അതും വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്. ഭാഷകൾ ഒരിക്കലും വ്യക്തികളുടെ ആശയവിനിമയത്തിനെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ട്രാൻസ്ലേഷന്റെ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ പോലും മലയാളം ടു അറബി ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ഗുജറാത്തി ടു മലയാളം ട്രാൻസ്ലേഷൻ വളരെ കുറവായിരിക്കും. അതല്ലെങ്കിൽ മലയാളം ടു ജർമ്മൻ ട്രാൻസ്ലേഷൻ വളരെ കുറവായിരിക്കും. എപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ ചെന്ന് ഇംഗ്ലീഷ് വായിച്ചതിന് ശേഷം അതിനെയായിരിക്കും റീജിയണൽ ലാംഗ്വേജിലേക്ക് ആൾക്കാർ തർജ്ജമ ചെയ്യുക. ഇപ്പൊ കാലം മുന്നോട്ട് പോകുമ്പോൾ എന്താ പറയുക, ഡയറക്റ്റ് ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്കുള്ള ട്രാൻസ്ലേഷൻ വളരെയധികം കൂടിക്കൊണ്ട് വരിക. അപ്പൊ ഇംഗ്ലീഷിനൊപ്പം തന്നെ നിങ്ങൾക്ക് മലയാളം ഓൾറെഡി അറിയാം, വേറൊരു സെക്കൻഡ് ലാംഗ്വേജും കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയാണെങ്കിൽ ട്രാൻസ്ലേഷന്റെ ഫീൽഡിൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ടിലേക്ക് പോകാം. ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ബുക്കർ പ്രൈസ് നേടിയ ഗീതാഞ്ജലി ശ്രീ എന്ന് പറയുന്ന സ്ത്രീ, ആ വ്യക്തിയുടെ പുസ്തകം റേത് സമാധി എന്ന് പറയുന്ന ഒരു ഹിന്ദി നോവലായിരുന്നു. അതിനെ ടൂം ഓഫ് സാൻഡ് എന്നുള്ള പേരിൽ പുസ്തകമായിട്ട് ഇംഗ്ലീഷ് വിവർത്തനം ചെയ്തത് ഒരു അമേരിക്കൻ സ്ത്രീയാണ്. ഡെയ്സി റോക്ക്വെൽ എന്നാണ് അവരുടെ പേര്. ഒരു അമേരിക്കൻ സ്ത്രീക്ക് ഹിന്ദിയിൽ അത്രയും അഗാധമായിട്ടുള്ള ഒരു അറിവുള്ളത് കൊണ്ടാണ് അവർക്ക് അതിന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റിയത്. അപ്പോ താഴെക്കിടയിൽ നിന്ന് ഏറ്റവും മുകളിൽ ബുക്കർ പ്രൈസ് കിട്ടുന്നത് വരെ പോയി കഴിഞ്ഞാൽ പോലും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കഴിവ് അല്ലെങ്കിൽ സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡിഫറെന്റ് ബുക്കുകളിലേക്ക് എത്തിക്കും. അപ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതും വളരെയധികം സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്. എന്റെ പേര് തസ്ലീമ. ഞാൻ +2 സയൻസ് ചെയ്യുന്നത്. +2 കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി എടുക്കുന്നത്. ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തത്. കാരണം ഇംഗ്ലീഷിനോടുള്ള താല്പര്യം കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തത്. പക്ഷെ കല്യാണം കഴിഞ്ഞ കാരണം ഇംഗ്ലീഷ് BEdന്റെ ഇംഗ്ലീഷ് ഇത്ര വാല്യൂ ആണെന്നുള്ള കാര്യം അന്ന് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ BEdന്റെ ഇതിൽ നോക്കിയപ്പോഴാണ് സീറ്റ് അവൈലബിൾ കുറച്ചുള്ളൂ. പിന്നെ സീറ്റ് കിട്ടാനും നല്ല പെർസെൻറ്റേജ് ഉള്ളവർക്കേ സീറ്റ് കിട്ടുള്ളൂ. അപ്പൊ ഈ PGന്റെ മാർക്ക് നമ്മൾ BEd എടുക്കുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. PGന്റെ മാർക്ക് അല്ലെങ്കിൽ ഇനിയിപ്പോ വേറെ നമ്മളിപ്പോ ഗവൺമെന്റ് എയ്ഡഡൊന്നും അല്ലാതെ ഇപ്പൊ തമിഴ്നാട് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ വാല്യൂ ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ കല്യാണം കഴിഞ്ഞത് +2 കഴിഞ്ഞ പാട്. അപ്പൊ ഞാൻ +2 സയൻസ് ആയിരുന്നു. ഡിഗ്രിക്ക് ഞാൻ ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തത്. പിന്നെ കല്യാണം കഴിഞ്ഞ കാരണം കുറച്ചൊന്നും പിന്നെ അന്നൊന്നും അറിയില്ല BEdന് ഇത്ര ഡിഗ്രീന്റെ മാർക്കാണ് ഡിഗ്രീന്റെ മാർക്കാണ് നോക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ എന്താണ് BEd ആണ് ഇത് കഴിഞ്ഞാല് അങ്ങനെ ഒരു ചിന്ത ഒന്നും അന്നൊന്നും വന്നിട്ടില്ല. ഇംഗ്ലീഷിനോടുള്ള ജസ്റ്റ് താല്പര്യം കൊണ്ട് എടുത്തതേനുള്ളൂ. ഇപ്പൊ BEd ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ BEdന് സീറ്റ് കുറവാണ്. പിന്നെ കിട്ടണ ആ ഉള്ള സീറ്റിന് തന്നെ നല്ല പെർസെൻറ്റേജ് ഉള്ളവർക്ക് കിട്ടണുള്ളൂ. പിന്നെ ഇതിന്റെ ഇടയില് MG യൂണിവേഴ്സിറ്റി, തമിഴ്നാട് യൂണിവേഴ്സിറ്റി അങ്ങനത്തെ ഒരു ഇതൊക്കെ കേട്ട് അപ്പൊ അത് ഇനിയിപ്പോ PG കഴിഞ്ഞ് എടുക്കുകയാണെങ്കിൽ അത് വാല്യൂ ഉണ്ടോ? അത് സെലക്ട് ചെയ്യാൻ പറ്റുമോ? അത് എവിടെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്.
എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ പൊതുവെ കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളാണ് നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റികളിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കോമൺ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അഡ്മിഷൻ കിട്ടും. മാർക്ക് വലിയ ബാധകമല്ല. നമ്മുടെ നാട്ടിലെ MG യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഡിഗ്രിയുടെ മാർക്ക് തന്നെയാണ് നോക്കുന്നതെന്ന് എനിക്ക്. ഡിഗ്രി BA ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. നമ്മളിപ്പോ സാറ് പറഞ്ഞ ഈ ലിംഗ്വിസ്റ്റിക് കോഴ്സുകളെല്ലാം നമുക്ക് ഈ ഡിഗ്രിയുടെ കൂടെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണോ അതോ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണോ? ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി MA കമ്പ്യൂട്ടേഷണൽ ഫിസിക്സ് കോഴ്സ് ഓഫ് ചെയ്യുന്നുണ്ട്. അത് ഡിഗ്രിക്ക് ശേഷം സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു കോഴ്സാണത്. അപ്പോൾ ഡിഗ്രിക്ക് ശേഷം സ്പെഷ്യലൈസേഷൻ ആയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അത് നന്നായി സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഡിഗ്രി കോഴ്സിന്റെ അകത്ത് തന്നെ ലിംഗ്വിസ്റ്റിക്സിന്റെ ഒരു പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യും. ഓക്കെ 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 താങ്ക് യു സർ. ഓക്കെ ക്ലിയർ അല്ലേ? ഞാനൊരു ഓക്കെ ചോദിച്ചോളൂ. ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞു. എന്താണ് സാറ് പറഞ്ഞ എന്താ കേട്ടില്ല. പക്ഷെ ഇവിടെ ഡിസ്കഷൻ എനിക്ക് മനസ്സിലാവുന്നത് കരിയർ ഗൈഡൻസ് പോലെ തോന്നുന്നുണ്ട് ഡിഗ്രി എടുത്തിട്ട് എന്താണെന്നുള്ളത്. പിന്നെ ഞാന് മാമിനോട് പറഞ്ഞിരുന്നു. ഞാൻ ഇവർക്ക് BCom എടുത്തിട്ട് ഒരു 6 മാസം വരെ പോയിട്ടുള്ളൂ. പിന്നെ നിർത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിലായിരുന്നു. പിന്നെ കുറെ കാലം ഏകദേശം ഒരു 20 വർഷത്തോളമായിട്ടുണ്ടാവും ഡിഗ്രി, അതായത് വിദ്യാഭ്യാസ ഫീൽഡിൽ നിന്ന് മാറുന്നിട്ട്. ഏകദേശം IGNOU യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് ഈ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ? കാരണം ഏജ് ഏകദേശം ഡിഗ്രി കഴിയുമ്പോൾ 40 ആവും. മനസ്സിലായി, ക്വസ്റ്റ്യൻ മനസ്സിലായി. IGNOU എടുത്തിട്ടുള്ള IGNOU യൂണിവേഴ്സിറ്റിന്ന് ഇംഗ്ലീഷ് എടുത്തിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അല്ലേ ചോദിച്ചേ? അതെ 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 അതെ. അതായത് സാറ് പറഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അതിൽ പെടും. കാരണം IGNOU എന്ന് പറയുന്നത് ഇപ്പൊ അന്ന് നമുക്ക് IGNOUന്റെ ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. അപ്പൊ സാർ ഇപ്പൊ സാറ് പറഞ്ഞാൽ കേട്ടില്ല. സാറ് പറഞ്ഞാൽ കേട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, മാഡത്തിനോട് പറഞ്ഞല്ലോ 20-25 മിനിറ്റ് കഴിഞ്ഞിട്ടേ കയറുള്ളൂ. സർ ജസ്റ്റ് അതൊന്ന് ബ്രീഫ് ചെയ്യൂ. ഓക്കെ, ഞാൻ പ്രധാനമായിട്ടും 3 ഫീൽഡുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസികൾ, 2 ടെക് ഫീൽഡിലെ കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക്സ് AI ലാംഗ്വേജും കൂടി ചേർന്ന് വരുന്ന ടെക് കമ്പനികളാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞത്. മൂന്നാമത് ഞാൻ പറഞ്ഞത് ബിസിനസ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ പർട്ടിക്കുലർ കേസിൽ എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ IIM പോലെയുള്ള കോഴ്സസ് ഉള്ള മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടാൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർക്ക് വളരെയധികം എളുപ്പമാണ്. ആദ്യം പറഞ്ഞ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ പഠനത്തിന് പോകുന്ന കുട്ടികളുടെ ആപ്ലിക്കേഷൻസ് സഹായിക്കാനായിട്ട് ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ആപ്ലിക്കേഷൻ ഒത്തിരി എസ്സേകളൊക്കെ കുട്ടികൾ എഴുതേണ്ടി വരും. സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, കോമൺ ആപ്ലിക്കേഷൻ എസ്സേ, പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഒത്തിരി എഴുതേണ്ടി വരും. അതിന് വിദേശത്ത് പോകുന്ന കുട്ടികൾക്ക് ഒത്തിരി അധികം സഹായം ആവശ്യം വരും. അവരുടെ എസ്സേയുടെ ഡ്രാഫ്റ്റിനെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യുക, പോളിഷ് ചെയ്യുക, പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇംഗ്ലീഷിൽ നല്ലൊരു സ്ട്രോങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ സ്വയം റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീലാൻസർ ആയിട്ട് നമ്മൾ കുറെ ചെയ്യാനായിട്ട് പറ്റും. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. ഞാനിപ്പോ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അത്യൻ എഡ്യൂക്കേഷനുള്ള ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ പ്രധാനമായിട്ടും അമേരിക്കയിലേക്കുള്ള വിവിധ കോഴ്സുകളിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് SASൽ ഹെൽപ്പ് ചെയ്യാണ് ഞാൻ ചെയ്യുന്നത്. അത് ഒരു ഫീൽഡ്. രണ്ടാമത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിയും ലാംഗ്വേജും കൂടിച്ചേരുന്ന ആ ഒരു പോയിന്റിലുള്ള ടെക് കമ്പനികളാണ് രണ്ടാമത് ഞാൻ പറയുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഭാഷ, ഒരു മലയാളി ഇംഗ്ലീഷും ഒരു ജർമ്മൻകാരന്റെ ഇംഗ്ലീഷിന്റെ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും. പക്ഷെ ഇവർ തമ്മിൽ ആശയവിനിമയം ഇംഗ്ലീഷിൽ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രശ്നം AI സഹായത്തോടെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വളരെയധികം കമ്പനികൾ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ജനറേറ്റഡ് ലാംഗ്വേജ് മോഡലിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ള ആൾക്കാർ ആവശ്യമുണ്ട്. അതാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത രണ്ടാമത്തേത്. മൂന്നാമത്തേത് ബിസിനസ് പെർസ്യൂ ചെയ്യാനായിട്ട് സ്ട്രാറ്റജിക്കലി അഡ്മിഷൻ കിട്ടാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും IIMകളിൽ. ഒരു സാധാരണ ഒരു എഞ്ചിനീയർ വിത്ത് വർക്ക് എക്സ്പീരിയൻസ് IIMൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 99% മുകളിലുണ്ടെങ്കിൽ ഇന്റർവ്യൂ കോൾ കിട്ടുള്ളൂ. പക്ഷെ ഒരു ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് ഡൈവേഴ്സിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഒരു 90% ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ജനറൽ കാറ്റഗറിയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് ഇന്റർവ്യൂ കോളുകളൊക്കെ കിട്ടും.
അപ്പൊ ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഇതാണ് നമ്മുടെ ആക്ഷൻ ടാസ്ക് കേട്ടോ. Take any one occupation or field that we talked about in this session and explore more on that and share your findings in the group chat. ഇവിടെ group chat നമുക്കില്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാം. Instructions: select any one occupation which looked interesting to you. Explore more on that by searching in the internet, talking to someone already working in that field, making a list of your doubts related to this field. You can do any one step out of the above or all of them and just share your findings, observations, or any new insights, or even if it's a list of doubts on the group, as text message or as a voice note or as a picture. ഇവിടെ സാറ് നമുക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ഏതെങ്കിലും ഒരു ഒക്യുപ്പേഷൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് നിങ്ങൾക്ക് എടുക്കാം, അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കരിയർ ചൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരായിട്ട് സംസാരിക്കാം. അതുപോലെ നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഡൗട്ട്സുകൾ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്കത് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യാം. ഇതാണ് നമ്മളുടെ ഇന്നത്തെ സെഷന്റെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. ഓരോ സെഷനിലും നമ്മൾ ഓരോ ആക്ഷൻ ടാസ്കുകൾ തരാറുണ്ട്. ഇതാണ് ഇന്നത്തെ സെഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ആക്ഷൻ ടാസ്ക്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അത് ഒരുപാട് സഹായമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒപ്പം തന്നെ ഇത്രയും നല്ലൊരു സെഷൻ നമുക്ക് തന്ന് അഖിൽ സാറിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും എന്റെ പേരിലും ലേൺ വൈസ് ടീമിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ. മാഡം വൺ സെക്കൻഡ് എനി ഓക്യുപ്പേഷൻ മീൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഓക്യുപ്പേഷൻ പറഞ്ഞില്ലേ, ഇനി ഓക്യുപ്പേഷനെ പറ്റിയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം പറഞ്ഞില്ലേ? അതെ 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 സാർ ഇപ്പൊ നമുക്ക് കുറെ ഫീൽഡുകൾ പരിചയപ്പെടുത്തി തന്നില്ലേ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇംഗ്ലീഷിന് ഉണ്ട് എന്ന് പറഞ്ഞ സാറ് കുറച്ച് ഫീൽഡുകൾ നമുക്ക് പറഞ്ഞു തന്നു. ഓരോ ഒക്യുപ്പേഷൻസ്, ഓരോ കരിയേഴ്സ് നമുക്ക് പറഞ്ഞു തന്നു. അതിൽ ഏത് കരിയർ ആണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത് എന്നുണ്ടെങ്കിൽ ആ കരിയറിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇന്റർനെറ്റിൽ റെഫർ ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരോട് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഡൗട്ട് ഇതെല്ലാം കൂടിയിട്ട് ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതിയിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം. Okay, so thank you so much, sir. Thank you so much for investing your valuable time with us and sharing your knowledge. Thank you, sir.